ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ 23-ാം ദിനത്തിലേക്ക് കിടക്കുകയാണ്. 22-ാം ദിനത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 320 ഷോകൾ ആണ് ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 7000-ഓളം ജനങ്ങളാണ് സിനിമ കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 10% ഓക്യുപ്പൻസി. 12 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കേരള തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. അതായത് 18 ലക്ഷം രൂപ, 20 ലക്ഷം രൂപയുടെ അടുത്താണ് സിനിമയ്ക്ക് കളക്ഷൻ വന്നത്. ഇന്നലെയും ഒരു നല്ല കളക്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നലെ ഒരു റിലീസ് ഉണ്ടായിരുന്നു. ഒപ്പം ഇതൊരു തേഴ്സ്ഡേ കൂടിയാണ്. നമുക്കറിയാം ഓരോ ദിവസങ്ങളിലും കളക്ഷൻ കുറഞ്ഞു വരും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതായത് തിങ്കളാഴ്ച 19 ലക്ഷം രൂപയായിരുന്നെങ്കിൽ ചൊവ്വാഴ്ച 17 ലക്ഷം രൂപയും ബുധനാഴ്ച 15 ലക്ഷം രൂപയും ഇന്നലെ 12 ലക്ഷം രൂപയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായിട്ടുള്ള ആ ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആവറേജ് നോക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 1 കോടി ഗ്രോസ് നേടാൻ കഴിഞ്ഞു. ട്രാക്കേഴ്സ് മുഖാന്തരമല്ല, ശരിക്കുമുള്ള ഗ്രോസ് വരുമ്പോൾ 1 കോടിയോളം എത്താൻ കഴിയും. നല്ല ഒരു കളക്ഷൻ തന്നെയാണ്. 4-ാം വാരത്തിൽ ഓടുന്ന ചിത്രത്തിന് നല്ല കളക്ഷൻ, പ്രത്യേകിച്ച് തെലുങ്ക് സിനിമ കൂടിയാണ്. കേരള കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് 22 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 20 കോടിയായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത്. ഒരു പക്ഷേ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു 10 കോടിയൊക്കെ കിട്ടിയാൽ തന്നെ വലിയ സംഭവമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് 20 കടന്ന് 22ലേക്ക്. അപ്പോൾ പലപ്പോഴായി പറഞ്ഞിരുന്നു 20 തൊട്ട് 25 വരെ വരാമെന്നുള്ളത്. 25 ടച്ച് ചെയ്യുമോ എന്നുള്ളത് അതിൻ്റെ ലോങ് റൺ ആണ്. അതിന് ചാൻസ് വളരെ കുറവാണ്. ഒരുപക്ഷെ 23-24 കോടി വരെ എത്താനുള്ള മാക്സിമം ചാൻസുകളാണ് കാണുന്നത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇന്നും ഇടിവുണ്ടാകും, പക്ഷേ ഇന്നലത്തെ സമാനമായ രീതിയിലായിരിക്കും. അതായത് 12 ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കാത്തിരിക്കാം. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കറിൻ്റെ കളക്ഷൻ അപ്ഡേറ്റുകൾക്ക്. തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള തരംഗം തന്നെയാണ് വീണ്ടും കാണുന്നത്. എല്ലാ ദിവസവും ഈവനിങ് ഷോസ്, നൈറ്റ് ഷോസ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് നാളെ ശനി ഞായർ കൂടി വരുമ്പോഴത്തേക്ക് വലിയ കളക്ഷൻ വരും. ഒരുപക്ഷെ കേരള കളക്ഷനെ കവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.